ഇന്ത്യയുടെ ശുഭാംശു ശുക്ല അടക്കമുള്ള സഞ്ചാരികളെ വഹിച്ചുകൊണ്ട് പറക്കുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം കേരളത്തിൽ നിന്ന് കാണാൻ സുവർണാവസരം. ഇന്ന് രാത്രി 7:56 മുതൽ 7:59 വരെ തെക്കു പടിഞ്ഞാറൻ മാനത്തുകൂടി സഞ്ചരിക്കുന്ന ISS നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയും. ഇതിനുശേഷം ജൂലൈ 9-നും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം കേരളത്തിന് മുകളിലൂടെ സഞ്ചരിക്കും. നിലയം വ്യക്തമായി കാണാൻ തെളിച്ചമുള്ള ആകാശം ആവശ്യമാണ്. മഹേഷ് പോലൂർ വിശദാംശങ്ങൾ നൽകും. മഹേഷ്, ശുഭാംശുവിൻ്റെ അടക്കം വലിയ അഭിമാന നേട്ടം കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു ഇത്. അപ്പോൾ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ കാണാൻ കഴിയുമോ, അതോ എന്തെങ്കിലും ഉപകരണങ്ങൾ വേണ്ടി വരുമോ? സൈഫുദ്ദീൻ, നിലവിലെ സാഹചര്യത്തിൽ ഉപകരണങ്ങളൊന്നും വേണ്ട, നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നമുക്കുള്ളൊരു പ്രയാസം, കേരളത്തിൻ്റെ ആകാശത്ത് പരക്കെ മഴക്കാറുണ്ട്. ഈ മഴക്കാറുണ്ടെങ്കിൽ നമുക്കത് കാണാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. അതല്ല, വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ആകാശമാണെങ്കിൽ ഇന്ന് വൈകിട്ട് രാത്രി 7:56 മുതൽ ഏതാണ്ട് ഒരു 8 മണി 8:01 വരെയൊക്കെ ഉണ്ടാകും. ഒരു 6 മിനിറ്റ് വരെ അത് കാണാൻ സാധിക്കും. 7:59 ആകുമ്പോൾ കൃത്യമായി നമുക്ക് ആകാശത്തത് കൂടുതൽ വ്യക്തതയോടുകൂടി കാണാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഒരു നക്ഷത്രം കണക്കെ കുറച്ചുകൂടി വേഗതയിൽ അത് സഞ്ചരിക്കുന്നതായിട്ടാണ് നമുക്കത് കാണാൻ സാധിക്കുക. യഥാർത്ഥത്തിൽ ഒരു ദിവസം 16 തവണ ഭൂമിയെ ISS വലം വയ്ക്കുന്നുണ്ട്. പലപ്പോഴായി ഇന്ത്യക്ക് മുകളിലൂടെ അത് കടന്നു പോകാറുമുണ്ട്. ഇതിനു മുൻപ് സുനിത വില്യംസ് അതിനകത്ത് യാത്ര ചെയ്ത സമയത്ത് ജനുവരിയിൽ ഇതിന് ഏതാണ്ട് കേരളത്തിൽ നിന്ന് കൃത്യമായി കാണാവുന്ന രീതിയിൽ ഈ യാത്ര പോയിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ്. പക്ഷേ ഇതിലുള്ളൊരു കൗതുകം, ശാസ്ത്രലോകത്തുള്ളൊരു കൗതുകം, പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചുള്ളൊരു കൗതുകം, ഇന്ന് നമുക്ക് കൺമുന്നിലൂടെ അത് കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ അതിനകത്തുണ്ട് എന്നുള്ളതാണ്. ശുഭാംശു ശുക്ല, അദ്ദേഹം ഇപ്പോൾ 10 ദിനം അതിനകത്ത് പിന്നിട്ടിരിക്കുന്നു എന്നുള്ള ആണ്. അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയുള്ള പരീക്ഷണങ്ങൾ അത് വളരെ കൃത്യമായി തന്നെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പേശികളുടെ പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ പരീക്ഷണം അത് അവസാന ഘട്ടത്തിലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആൽഗകൾ എങ്ങനെ അവിടെ വളർന്നു വരുന്നു എന്നുള്ള പഠനം നടത്തുന്നുണ്ട്. അപ്പം ജലക്കരടികളുടെ ഒരു സ്വഭാവം എങ്ങനെയായിരിക്കും എന്നുള്ള പഠനമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പഠനമൊക്കെ നടത്തി ശുഭാംശു സംഘവും ആ ISS-നകത്തുണ്ട്. അത് നമ്മളുടെ കൺമുന്നിലൂടെ കടന്നു പോകുന്നു എന്നുള്ള ഒരു കാഴ്ചയാണ്. യഥാർത്ഥത്തിൽ ഇതൊരു കൗതുകമാണ്. ശാസ്ത്രലോകം, പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് ഇന്ന് എങ്ങനെയെങ്കിലും ആ സമയത്ത് ഒരു മാനം തെളിഞ്ഞു കിട്ടിയാൽ മതി എന്നുള്ളൊരു സാഹചര്യമുണ്ട്. ഏതായാലും കടന്നു പോകുമ്പോൾ വില്ലനായി നിൽപ്പുണ്ട്. ഇല്ലായെങ്കിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ കാണാൻ കഴിയുന്ന ഒന്നാണ്. പക്ഷെ എങ്കിൽ കൂടിയും ഏതെങ്കിലും ഭാഗങ്ങളിൽ ഇത് ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി കാണാനുള്ള എന്തെങ്കിലും സൗകര്യങ്ങൾ ഏതെങ്കിലും കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? സ്വാഭാവികമായും പല സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ശാസ്ത്രലോകത്തുള്ള പല ആളുകളും ഇതിനെ കൃത്യമായി നിരീക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ISS-ന്റെ യാത്രാപഥം നിരീക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരത് കാണുകയും ചെയ്യും. നമുക്കത് കാണാൻ സാധിക്കും. ഞാൻ ഇതിനു മുൻപ് സുനിത വില്യംസ് കടന്നു പോയ സമയത്ത് തന്നെ നമുക്കത് കാണാൻ സാധിച്ചില്ലായിരുന്നു. കാരണം അന്ന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ സമയത്തായതുകൊണ്ട് തന്നെ നമുക്കത് കാണാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. പക്ഷേ അന്ന് അത് നേരിട്ട് കണ്ട ആളുകൾ, അത് മൊബൈൽ ഫോണിൽ പോലും ചിത്രീകരിച്ച ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കത് കാണാനും സാധിക്കും, അത് മൊബൈൽ ചിത്രീകരിക്കാനൊക്കെ സാധിക്കും. പക്ഷെ അതൊരു പൊട്ടുപോലെ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഒരു നക്ഷത്രം കടന്നു പോകുന്നതായിട്ടാണ് നമുക്ക് കാണുക. 109 മീറ്റർ നീളവും 73 മീറ്റർ വീതിയുമുണ്ട് ഈ ബഹിരാകാശ നിലയത്തിന്. അപ്പോൾ അതൊരു വലിയ ഒരു കൊട്ടാരം തന്നെയാണ് യഥാർത്ഥത്തിൽ. ആ തരത്തിലൊന്നും അതിനെ വ്യക്തതയോടെ നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് മുന്നിലൂടെ ഒരു തിളങ്ങുന്ന നക്ഷത്രം കണക്കെ ബഹിരാകാശ നിലയം കടന്നു പോകും. 7:56 നമ്മൾ വലിയ ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ്. ഈ ശുഭാംശു കാണില്ലെങ്കിലും ശുഭാംശുവിനൊരു ഹായ് കൊടുക്കാമല്ലോ, അതാണ് നമുക്കിപ്പോൾ ഉള്ള ഒരു സന്തോഷം. എന്നാലും ഈ ദൗത്യം പൂർത്തിയാക്കി ശുഭാംശു ഏതാണ്ട് 10-ാം തീയതിയോടുകൂടി മടങ്ങിയെത്തുമെന്നുള്ള ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ആക്സിയം അതുപോലെ തന്നെ SpaceX അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിനായി കാത്തിരിക്കുകയാണ്. ശുഭകരമായ വാർത്തയാണ് ഇതുവരെ വന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇന്നത്തെ ദിവസം ശാസ്ത്ര കുതികളെ സംബന്ധിച്ച് ഒരു നല്ല ഈവനിങ് ആണ് സൈഫു.